കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ഒരു ആരാധനയുടെ മധ്യത്തിൽ ഇന്ന് പകലും ഒരുമിച്ച് കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കി തരുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളൊക്കെ അല്പനിമിഷങ്ങൾ വേറിട്ട് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവസഭയായി പരിശുദ്ധാത്മാവ് നൽകി തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകൽ ഈ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്ന എല്ലാവരെയും കർത്താവ് ആദരിക്കട്ടെ. അല്പനിമിഷം ദൈവവചനം നമ്മൾ ധ്യാനിക്കാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങളാണ്. ദൈവത്തിന്റെ സ്തോത്രം. ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 verses 13 to 16. ആ വേദഭാഗങ്ങളൊന്നും കൂടെ വായിച്ച് ഇന്ന് പകൽ ദൈവം നൽകിയ ആത്മീക ചിന്തകൾ ദൈവസഭയുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ വേദഭാഗം ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നു ഇല്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിനും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. അതിൽ നിന്നൊരു വാക്ക് ഇന്നലെ രാത്രി അടർത്തിയെടുത്താണ് ചിന്തിച്ചു തുടങ്ങുവാനിടയായത്. ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ട പൗലോസിനെ കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ ഈ അധ്യായങ്ങളിലുടനീളം വായിച്ചു കേട്ടത്. ദൈവത്തിന്റെ സ്തോത്രം. ഒന്നും കൂടെ ഓർപ്പിക്കാം. ഒരു പൗലോസ് എന്നൊരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തിയ ആൾമാറിയവനാക്കി തീർത്ത ദൈവത്തിന്റെ പ്രവൃത്തിയാണ് 3-ാം അധ്യായത്തിലുടനീളം നമ്മൾ വായിക്കുന്നത്. ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്ന എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായനായിരുന്ന ദൈവത്തിന്റെ സ്തോത്രം 8-ാം നാൾ പരിച്ഛേദനയേറ്റ നല്ല അഭിമാനത്തോടെ ജീവിതം നയിച്ച നല്ലൊരു കുടുംബത്തിൽ വളർത്തപ്പെട്ട ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ വചനം പഠിച്ച ന്യായപ്രമാണം സംബന്ധിച്ച് ശുഷ്കാന്തിയുള്ള ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനെ ദൈവത്തിന്റെ പദ്ധതിക്കായി ദൈവം പിടിച്ചെടുക്കുമ്പോൾ ആ വ്യക്തിയിൽ വന്ന രൂപാന്തരത്തെ കുറിച്ചാണ് ഈ ദിവസങ്ങൾ കേൾക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു കൊണ്ടിരുന്നത്. ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെടുക എന്നൊരു പദമാണ് ആ ആഴത്തിൽ ഊന്നി ചിന്തിപ്പാൻ ദിവസങ്ങൾ ദൈവം നമുക്ക് അവസരം നൽകിയത്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ പിടിച്ചതല്ല, ക്രിസ്തുയേശു നമ്മെ പിടിച്ചെടുക്കുവാനിടയായി തീർന്നു. ഒരു വ്യക്തിയെ പിടിച്ചെടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ആ വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് ഇന്നലെ രാത്രിയിൽ ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. ആ പ്ലാനിലേക്ക് നടന്നു നീങ്ങുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. ആരാണോ നമ്മെ പിടിച്ചെടുത്തത്, ആ പിടിച്ചെടുത്ത വ്യക്തിയുടെ പ്ലാനിലേക്ക് നമ്മുടെ ജീവിതം നടന്നു നീങ്ങുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. നമുക്കൊരു ഫിനിഷിംഗ് ലൈൻ ദൈവം വെച്ചിട്ടുണ്ട്. നമുക്കൊരു പോയിന്റ് ദൈവമാക്കി വെച്ചിട്ടുണ്ട്. ആ പോയിന്റിലേക്ക് ഓടി കയറുവാനുള്ള ബലമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിക്കുവാൻ ഇടയായി തീരേണ്ടത്. ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെടുന്ന ജീവിതം ഏറ്റവും സൗന്ദര്യമുള്ള ഒരു ജീവിതമാണ്. പിടിക്കപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം ഇന്നലെ രാത്രിയിൽ ആഴമായി ചിന്തിച്ചത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. എവിടെ വെച്ചാ പിടിച്ചെടുത്തത്? ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച്. ദമസ്കോസിലേക്ക് എന്ന് വെച്ചാൽ ആ വലിയ പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഹൈവേ. യെരുശലേമിൽ നിന്ന് ദമസ്കോസ് എന്ന പട്ടണത്തെ ചേർത്ത് പണിത ഒരു റോഡുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ്. അതൊരു വ്യവസായ റോഡാണ്, ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോറാണ്. ദൈവത്തിന്റെ സ്തോത്രം. ചരക്ക് ഗതാഗതം നടക്കുന്ന ഒരു റോഡാണ്. എന്ന് വെച്ചാൽ ദമസ്കോസ് അന്നത്തെ വലിയൊരു പട്ടണമാണ്. യെരുശലേം അന്നത്തെ വലിയൊരു പട്ടണമാണ്. ഈ പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്ന ആ റോഡിൽ ദൈവത്തിന്റെ സ്തോത്രം യാത്ര ചെയ്ത് മുന്നോട്ട് വരികെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന തേജസ്സിൽ ദൈവത്തിന്റെ സാന്നിധ്യം പൗലോസിന് വെളിപ്പെടുവാനിടയായി തീർന്നു. അവിടെ ഒരു വ്യക്തി രൂപാന്തരപ്പെടാൻ തുടങ്ങിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അന്ധത പിടിച്ച ഒരു മനുഷ്യൻ, കഴിവ് നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, നടക്കാൻ കഴിയാതിരുന്ന ഒരു മനുഷ്യൻ, എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവിടെ ഉയർന്ന ഒരു ശബ്ദമുണ്ട്. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഒരു ചോദ്യമാണ് തന്നെ മാറ്റിമറിച്ചത്. അവിടെ താൻ കർത്താവിനെ അറിയാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്തോത്രം. ഇന്നലെ രാത്രി ഓർപ്പിച്ചു, ആഗ്രഹിച്ചു പിടിച്ചെടുത്തതല്ല, മറിച്ച് നിർബന്ധപൂർവം
പൗലോസ് ലേഖനത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് നമുക്ക് വളരെ സുപരിചിതമാണ്. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വന്നതല്ല, ആരോ നിർബന്ധിച്ചു കൊണ്ടുവന്നതാ, ഇല്ലേ? ഈ ഹോളിനകത്ത് അറിയാതെ കയറി വന്നതല്ല. ഈ രക്ഷയിലേക്ക് ആരോ നമ്മളെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാ. ആ നിർബന്ധം എത്ര സൗന്ദര്യമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ രുചിയും അതിന്റെ മണവും അതിന്റെ ഗാംഭീര്യവും അതിന്റെ തേജസ്സും അനുഭവിക്കാൻ എല്ലാവർക്കും കഴിയില്ല. പക്ഷെ ചിലർക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, എന്നെ പിടിച്ചെടുത്തത് വെറുതെ അല്ല, അതിന്റെ പിന്നിൽ ഒരു ശ്രേഷ്ഠമായ അനുഭവം ഉണ്ടായിരുന്നു. നിങ്ങളിൽ പലരും ആഗ്രഹിച്ചതിനകത്ത് വന്നതല്ല, ഈ കൃപയിലേക്ക് വന്നതല്ല. നമ്മൾ പോലും അറിയാതെ ചില ജീവിത സാഹചര്യങ്ങൾ രൂപപ്പെട്ടു, അനുഭവപ്പെട്ടു. നമ്മൾ പോലും അറിയാതെ ആരുടെയോ സ്നേഹം നമ്മുടെ ആരുടെയോ കണ്ണ് നമ്മുടെ മേൽ പതിഞ്ഞു. ഇന്ന് രാവിലെ ദൈവജനം ഓർക്കണം കേട്ടോ. ആരുടെയോ കണ്ണ് നമ്മുടെ മേൽ പതിഞ്ഞത് കൊണ്ട്, ആരുടെയോ ദൃഷ്ടി നമ്മുടെ മേൽ വെച്ചത് കൊണ്ട്, ഏതോ ഒരു കരം നമ്മുടെ മേൽ വീണത് കൊണ്ട് ഇന്ന് രാവിലെ ഈ കൃപ പ്രാപിച്ച് ഈ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് ഈ ആലയത്തിൽ വരുവാനിടയായിരുന്നത്. ആ കണ്ണിന് നമ്മെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്, ആ കൈക്ക് നമ്മെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. പിടിച്ചെടുത്തവന് നമ്മെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് എന്ന് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം, സ്വാധീനിക്കപ്പെടുന്ന ഒരു ജീവിതം എന്നൊക്കെ ഇന്നലെ രാത്രി ചിന്തിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഞാനിങ്ങനെ പൗലോസിന്റെ ജീവിതത്തിലൂടെ യാത്ര ചെയ്തപ്പം ഒരു നിർബന്ധമാണ് പൗലോസിനെ ഈ കൃപയിലേക്ക് കൊണ്ടുവരുവാനിടയാക്കുക. ഒരു ചോദ്യമാണ് തന്നെ മാറ്റിമറിച്ചത്. അനനിയാസിന്റെ വീട്ടിൽ ദൈവത്തിന് സ്തോത്രം പാർക്കുന്ന കാലത്ത് ഈ ചോദ്യം തന്നെ ഹൃദയത്തിൽ ഇങ്ങനെ ഉടനീളം ഉരുത്തിരിവാനിടയെ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ന്യായപ്രമാണ പുസ്തകങ്ങൾ പഠിച്ചിട്ടില്ലാത്ത, ഗമാലിയലിന്റെ പാദപീഠത്തിൽ പഠിച്ചിട്ടില്ലാത്ത, ഒരു പുസ്തകങ്ങളിലും വായിച്ചിട്ടറിഞ്ഞിട്ടില്ലാത്ത ഒരാളെ താൻ പരിചയപ്പെടുക. ശ്രദ്ധിച്ചു കേൾക്കണേ. ദൈവത്തിന്റെ സ്തോത്രം. ഏറ്റവും നല്ല വിദ്യാഭ്യാസം പ്രാപിച്ചൊരു മനുഷ്യൻ, 2 MA ഡിഗ്രി അന്നത്തെ കാലത്ത് പ്രാപിച്ചൊരു മനുഷ്യൻ, ദൈവത്തിന്റെ സ്തോത്രം, സിന്നഹദരീം സംഘത്തിലെ അംഗമായി ന്യായപ്രമാണം കീറി മുറിച്ച് ജനത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അവിടെ ഒന്നും പഠിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ പരിചയപ്പെട്ടു കേട്ടോ. ആ വ്യക്തിയെ താൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആ വ്യക്തിയെ കുറിച്ചുള്ള കേൾവി തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ആ വ്യക്തിയെ കുറിച്ചുള്ള ഓർമ്മകൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി താൻ ആ വ്യക്തിയെ രുചിച്ചറിയുക. ദൈവത്തിന്റെ സ്തോത്രം. ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പല പ്രസംഗങ്ങളിൽ. ബൈബിൾ തുറക്കുമ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെട്ട് കാണും. പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ആ വ്യക്തിയെ അനുഭവിച്ചറിയുന്നത്. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത പൗലോസ് പറയുക, ആ ചോദ്യം തന്നെ മാറ്റിമറിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. ഈ നല്ല കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാകും, നിങ്ങൾ ഒത്തിരി വായിച്ചറിഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾ ഒത്തിരി TV പ്രഭാഷണങ്ങളിൽ ആ വ്യക്തിയുടെ പേര് നിങ്ങളുടെ കാതുകളിൽ ആവർത്തിച്ച് കേട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ നിങ്ങളുടെ കൊച്ചു പ്രാർത്ഥനയിൽ ആ പേര് നിങ്ങൾ ഒത്തിരി ഉരുവിട്ടിട്ടുണ്ടാകും. പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് ആ കർത്താവിനെ രുചിച്ചറിയുന്നതെന്ന് മനസ്സിലാക്കണം. ദൈവത്തിന്റെ സ്തോത്രം. അതൊരടുത്ത തലമാണ്. ക്രിസ്തുവിനെ രുചിച്ചറിയുക. Taste and see that the Lord is good. ദൈവത്തിൽ അവൻ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു കുക്കിംഗ് എക്സ്പെർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ചിന്തിപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഈ മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി മസാല ആഡ് ചെയ്യും അല്ലേ? നമ്മൾ സാധാരണ ഒത്തിരി മസാല എന്ത് ചെയ്യും? പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് ഏറ്റവും പ്രിയമല്ല സായിപ്പന്മാർ അങ്ങനെയല്ല, ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളകും. പക്ഷെ നമ്മുടെ ടേസ്റ്റ് ബഡിന് ഒരിക്കലും, എന്റെ കൂടെ നിങ്ങളുണ്ടോ? അപ്പം ഈ ഫിഷിന്റെ രുചിയാണോ മസാലയുടെ രുചിയാണോ പൊങ്ങി നിൽക്കുന്നത്? അല്ലേ? നമുക്ക് ഇഷ്ടം എന്താ? നിങ്ങളിവിടെ ഉണ്ടോ? ഇത് കഴിച്ച് മീനിന്റെ രുചി നമ്മൾ അറിയാതെ കുറെ കഴിയുമ്പോൾ പറ്റുന്നത് നമ്മുടെ നാവിൽ വരുന്നത് മീനല്ല, കൂടെ ഈ രുചി പിടിച്ച് ഏതാ നമുക്ക് രുചിയായി തോന്നുന്നു? മീനാണോ മസാലയാണോ? മീൻ കറി ഒത്തില്ല എന്ന് പറയുമ്പോ മീൻ ഒത്തില്ലെന്നല്ല. എന്റെ കൂടെ നിങ്ങളില്ല. ഉണ്ടാക്കിയ മീൻ ഒത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താ? മീനൊക്കാഞ്ഞതല്ല, അതിന്റെ കൂട്ടെന്ത് ചെയ്തില്ല. പ്രസംഗം ഒത്തില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പാസ് മസാലയൊന്നും. കാരണം
മസാല ചേർത്താലേ ഇതിനകത്ത് എന്തുണ്ടാവും? സത്യമാണോ? ഇപ്പൊ വന്ന് വചനത്തിന്റെ രുചിയൊക്കെ നമ്മൾ മാറും. നമുക്ക് ഏതാ താല്പര്യം? ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു വലിയ പരാജയം അല്ലെങ്കിൽ പരാധീനത. ഇരുന്ന് ചിന്തിക്കണം. ശരിക്കുള്ള വചനം കേട്ടാൽ വലിയ ആവേശമുണ്ട്. പക്ഷെ എത്ര മസാല ആഡ് ചെയ്യുന്നു അത്രയും ഇതിന് രുചി. മസാലയുടെ ലഹരി അകത്ത് കയറിയ പിന്നെ മീനല്ല വലുത്. പ്രിയ ദൈവമക്കളെ, രുചിച്ചറിയണം. വാക്കിലേക്ക് വരിക. കർത്താവിനെ നോക്കിയാ ഇറങ്ങിയത്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ മീന്റെ രുചി പോയതുപോലെ. ഹലോ, എന്ത് പൊങ്ങി വന്നു? സ്തോത്രം. ഹല്ലേലൂയ. ആരാധന ഒത്തില്ല. എന്താ നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം? നീ മൈക്കൊത്തില്ല, അല്ലെങ്കിൽ വായിച്ചതൊത്തില്ല. നമ്മൾ എന്തിന്റെ രുചി മറന്നു? ഇന്നൊരു ആംബിയൻസ് ഇല്ലായിരുന്നു, ഒരു അന്തരീക്ഷം ഇല്ലായിരുന്നു. നമ്മൾ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരു അന്തരീക്ഷം. ശരിക്കും എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആ താളവും ലയവും ഒന്നും സൗണ്ട് സിസ്റ്റം അങ്ങോട്ട് അത് കണ്ടാണോ? വിശ്വാസ ജീവിതത്തിൽ ചിന്തിക്കണം. സ്തോത്രം പറയണ്ട, ചിന്തിക്കണം. ഇത് കണ്ടാണോ നമ്മൾ ഇറങ്ങിയത്? ആഴിയെന്നോർത്തില്ല, ആഴമറിഞ്ഞില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിന് നടുവിൽ. ആരോടൊക്കെയോ ഇന്ന് പകൽ പരിശുദ്ധാത്മ ദൂത് പറയുക. ഈ മസാലയുടെ രുചി പിടിച്ച് അറിയേണ്ട രുചി നമ്മൾ മറന്നുപോയി. ആരെ രുചിച്ചറിയാൻ ഇറങ്ങിയത്? ആരുടെ പിന്നാലെ പോകാൻ ഇറങ്ങിയത്? ആരെ തിരിച്ചറിയാൻ ഇറങ്ങിയത്? അതിന്റെ ചുറ്റുമുള്ള പാരഫർണാലികളൊക്കെ അത് താൽക്കാലികമാണ് യുവക്കളെ. പക്ഷെ ഇന്ന് പകൽ ദൈവത്തോട് പറയാം, നീ അറിയേണ്ടവനെ അറിയണം. വിളിച്ചിറക്കിയതാരാ? മഹത്വവാനാരാ? തേജസ്വാരി ഉടുത്തവനാരാ? നിന്നെ പിടിച്ചെടുത്തവരാരാ? ഓ സ്തോത്രം. ഞാൻ എളുപ്പം വേഗം മുന്നോട്ട് പോകട്ടെ. ഞാന് ഈ പദം ചിന്തിച്ചപ്പോ എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഇതാ. പൗലോസേ, അങ്ങേ കർത്താവ് പിടിച്ചെടുത്തു, നിർബന്ധപൂർവ്വം ഫോഴ്സ്ഫുള്ളി പിടിച്ചെടുത്തു, രൂപാന്തരപ്പെടുത്തി, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി, ദൈവത്തിന്റെ സ്തോത്രം, ആൾമാറിയവരാക്കി, ഒരു രൂപാന്തരം വരുത്തി, ഈ കൃപയിലേക്ക് കൊണ്ടുപോകും. ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടത് കൊണ്ടുള്ള ലാഭമെന്ന ഇന്നലെ ഓർപ്പിച്ചു. ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്നെണ്ണി. ഏത് ലാഭമായപ്പം? കർത്താവ് ലാഭമായപ്പോ. കർത്താവാണ് എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് ബോധ്യപ്പെട്ടപ്പം മറ്റ് എല്ലാ കാര്യങ്ങൾക്കും കൊടുക്കുന്ന പ്രയോറിറ്റി കുറച്ചു. ഒന്നാം സ്ഥാനം ആർക്ക് വന്നു? പിടിക്കപ്പെട്ടത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത്? കൊരിന്ത്യ ലേഖനത്തിൽ എടുക്കണ്ട, പൗലോസ് ഇങ്ങനെ വിശദീകരിച്ചു വരുമ്പോൾ പറയാ, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള നിങ്ങൾ ഇവിടെ ഉണ്ടോ? പൈതാഹം, പട്ടിണി, ബുദ്ധിമുട്ട്, കയ്യേറ്റം. നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാത്ത ഒരു നല്ല അന്തരീക്ഷമായിട്ട് പാസ്റ്റർ കളഞ്ഞെന്ന് എന്ത് ചെയ്യരുത്. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകുന്നു, കയ്യേറ്റം. ഇതൊക്കെ കർത്താവിന് വേണ്ടി. കാട്ടിൽ ചെന്ന രക്ഷയില്ല, കടലിൽ ചെന്ന എന്നാ വീട്ടിൽ ജീവിക്കാന്ന് വെച്ചാൽ
എവിടെ ചെന്നാലും എന്തില്ല? ഹലോ, പട്ടിണി. 3 ലക്ഷറി കപ്പൽ ഉണ്ടായിരുന്ന വീട്ടിൽ ജീവിച്ചപ്പോ എന്തറിഞ്ഞില്ല? ദൈവം ഇതൊക്കെ അനുവദിച്ചത് എന്തിനാണെന്നറിയാമോ? ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ. കാരണം ഇല്ലെങ്കിൽ സ്നേഹം എങ്ങോട്ട് പോകും? ഹലോ, എന്ന് രാവിലെ എഴുന്നേറ്റിരിക്കുമ്പോ ഒരു കപ്പലെ നോക്കി നീ എന്റെ ആണല്ലോ എന്നൊരു ചിന്ത അകത്ത് വരുമ്പോ എന്തിനോട് സ്നേഹം തോന്നും? എന്റെ കൂടെ ഉണ്ടോ? കയ്യിലുള്ള ഗമാലിയലിന്റെ പാദപീഠത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് എന്നും രാവിലെ എടുത്തു നോക്കുമ്പോൾ ഞാനൊരു സംഭവമാണെന്ന്. ഇതൊക്കെ വെറുപ്പിക്കാൻ കാര്യം സ്നേഹിക്കേണ്ടവനെ. അപ്പൊ ദൈവം ചിലതൊക്കെ അനുവദിക്കുന്ന എന്തിനാണെന്നറിയാമോ? സ്തോത്രം. ഈ സ്ഥാപനം, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുമ്പോ ഒരു കൂട്ട് ദൈവം എന്തിനാണെന്നറിയാമോ? ആരെങ്കിലും കൊണ്ട് ഒരു കൂട്ട് ദൈവം അപ്പം മനസ്സിലാവും ഞാൻ ആത്മാർത്ഥമായി നിൽക്കേണ്ടത് ഇതിനു വേണ്ടിയല്ല. സ്തോത്രം. എല്ലാത്തെക്കാൾ കുടുംബത്തെ സ്നേഹിക്കും. അങ്ങനെ ഇരിക്കുമ്പോ ഒരു വാക്ക് അപ്പൊ വിചാരിക്കും ഇത്രയും നാള് ഞാൻ കഷ്ടപ്പെട്ടത് ഇതെന്തിനാ ദൈവം തരുന്നെന്ന് അറിയാമോ? ഇടയ്ക്ക് ശരീരത്തിൽ ഒരു പൊട്ട് ദൈവം. അപ്പൊ അതിന്റെ അർത്ഥം ഇതിനെ സ്നേഹിക്കരുത്, അത്രയേ ഉള്ളൂ. ഓ, എന്റെ കൂടെ ഇടയ്ക്കൊരു തലവേദന വരുന്നത് എന്തിനാ? ഇടയ്ക്കൊരു നല്ല പനി വരുമ്പോ നമുക്കറിയാം ഇത്രേ അല്ലേ പൗഡറൊക്കെ ഇട്ട്. ഹലോ, നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? സ്വതം നല്ല പനി വരുമ്പോ നമ്മുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും അല്ലേ? ഇത്ര ഉള്ളോ? പറഞ്ഞേ, ഞാൻ പറയുന്നതിന് സത്യമുണ്ടോ? ഇതിനേക്കാൾ അധികം, കുടുംബത്തെക്കാൾ അധികം, ജോലിയേക്കാൾ അധികം, ദൈവം തന്ന എന്തിനേക്കാളും അധികം ആരെ സ്നേഹിക്കണം? ഇന്ന് പകൽ അങ്ങനെ ഒരു തീരുമാനം ചിലരുടെ ഹൃദയത്തെങ്കിലും ഉണ്ടായാൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വിടുതല. അതിൽ പരം എനിക്കൊന്നും പറയാനില്ല. ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനായി മാറണം? ഒന്നാമത്തെ സ്നേഹം എന്തിനായി മാറണം? ഒന്നാമത്തെ ലക്ഷ്യം എന്തായി മാറണം? പൗലോസ് പറയുന്ന ഒരു വാക്ക് കടമെടുത്ത് ഒന്നും കൂടെ ആവർത്തിച്ച് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. പിന്നിലുള്ളത് മറന്നുകൊണ്ട് മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞുകൊണ്ട്. പൗലോസിന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം മനസ്സിലായി 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ, പക്ഷെ ഒരു കാര്യവും ഇല്ല. കാരണം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിന് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും ഇല്ല. വർഷങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചതാ, പക്ഷെ ഇതുകൊണ്ടും വലിയ വിലയൊന്നും ഇല്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് പിന്നിലുള്ളത്. കാരണം അതൊന്നും ഓർത്താ സ്വർഗത്തിൽ ചെല്ലുമ്പോ എന്ത് കിട്ടത്തില്ല? ബോണസും ഇല്ല, അലവൻസും ഇല്ല, ഗ്രാറ്റുവിറ്റി ഇല്ല. ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ ഒക്കും, ഓവർ ടൈമും ഒക്കുമല്ലോ. എല്ലാരും കൂടെ ഉണ്ടോ? ചെറിയ വിഷമം വന്നോ? 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 കൂടെ ഉണ്ടോ? പ്രാപിച്ചതൊന്നിനും സ്വർഗത്തിൽ എനിക്ക് ഒരു പ്രതിഫലവും തരാൻ പറ്റില്ല. ഈ പൗലോസ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങി, എനിക്ക് തോന്നുന്നു ആ മനുഷ്യനെ പോലെ ത്യാഗം സഹിച്ച ഒരു വ്യക്തി പുതിയ ദൈവത്തിൽ ഉടുതുണി വരെ ഉരിച്ചെറിഞ്ഞു, എത്ര തവണ കോലിനാൽ അടിക്കപ്പെട്ടു. സ്തോത്രം. കർത്താവിന്റെ വേല ശക്തിയോടെ ചെയ്യാൻ ശ്രമിക്കുന്തോറും തന്നെ പിടിച്ച് താത്തുന്ന ഒത്തിരി വിഷയം തന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ. പക്ഷെ ഈ ശോധനകളെല്ലാം നിലനിന്നതിന്റെ കാര്യം തന്റെ ഏറ്റവും വലിയ നേട്ടം എന്തായിരുന്നു? സ്തോത്രം. ഏറ്റവും വലിയ നേട്ടം പൗലോസ് 9-ാം വാക്യത്തിൽ
വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് വായിക്കണം. 9-ാം വാക്യം ഒന്ന് വായിച്ച് അതിനകത്തൊരു പദം ഒന്ന് അടർത്തിയെടുക്കാൻ ആഗ്രഹിക്കുക. വേഴ്സ് 9. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. അപ്പം കർത്താവിനെ നേടേണ്ടതിനാണ് പൗലോസ് 1-ാം സ്ഥാനം കൊടുത്തത്. അപ്പൊ കർത്താവ് എല്ലാം ആയപ്പോ മറ്റെല്ലാം ഉപേക്ഷിക്കാൻ അല്ല, അതെല്ലാം ചവറെന്ന് എണ്ണാൻ. അപ്പൊ പൗലോസിന്റെ ഒറ്റ നേട്ടമല്ല. വാട്ട് ഈസ് the single achievement Paul had in his life? It was Christ. ക്രിസ്തുവിനെ നമ്മൾ വായിച്ചു തുടങ്ങിയ വാക്കതാണ്. നിങ്ങൾ പകച്ചിരിക്കേണ്ട, നമ്മൾ വായിച്ച വാക്യത്തിന്റെ ഫസ്റ്റ് ഭാഗമല്ല, ക്രിസ്തുവിനെ നേടേണ്ടതിന്. ഐ വാണ്ട് ടു അച്ചീവ്. എന്റെ അച്ചീവ്മെന്റ് എന്താ? എന്റെ അച്ചീവ്മെന്റ് എന്താ? എന്റെ അച്ചീവ്മെന്റ് എന്താ? എന്റെ അച്ചീവ്മെന്റ് എന്താ? ക്രിസ്തുവാണെന്ന ബോധ്യം പൗലോസിനുണ്ടായപ്പോ മറ്റെല്ലാം ചവറെണ്ണാനിടയായി. ഇപ്പം ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ച ഒരു വാക്ക്, ഈ ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു അനുഭവം. അത് ആഗ്രഹിച്ചല്ല, നിർബന്ധത്താല. പലപ്പോഴും ആ പദ്ധതികളിലേക്ക് ദൈവം നമ്മളെ എന്ത് ചെയ്യുക. പക്ഷെ ഞാൻ ഈ ദിവസങ്ങൾ വളരെ ചിന്തിച്ചപ്പോൾ ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ഭാഗവും എന്റെ മനസ്സിലേക്ക് വരും. ശ്രദ്ധിച്ചു കേൾക്കണം. ഇനിയുള്ള ഒരു ആത്മീയ ചിന്ത ശ്രദ്ധിച്ചു കേൾക്കണം. ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുന്നത് പോലെ ഒരു പക്ഷെ അതിനേക്കാൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ് പിശാചിനാൽ പിടിക്കപ്പെടുക. അതിന്റെ ഒരു ഓപ്പോസിറ്റ് വശം. പക്ഷെ അത് ഞങ്ങൾക്ക് ബാധകമല്ലല്ലോ. ബാധകമാണ്. കർത്താവ് പിടിച്ചില്ലെങ്കിൽ ആര് പിടിക്കും? സ്തോത്രം. നമ്മൾ പോലും അറിയാതെ നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ ഭാവങ്ങളെ നിയന്ത്രിക്കാൻ മറ്റൊരാളുണ്ട്. അങ്ങനൊന്നും പറയണ്ട. എന്നെ നിയന്ത്രിക്കുന്ന ഞാൻ തന്നെയാണ്. എന്റെ കൺട്രോൾ എന്റെ കയ്യിലാണെന്ന് ഉറപ്പുള്ള എത്രപേരുണ്ട്? അല്ലേ? കാരണം നമ്മളെ നിയന്ത്രിക്കുന്ന ഒത്തിരി ശക്തി ഒരു 2 മണിക്കൂർ വൈഫൈ ഇല്ലാതിരുന്നാൽ നമുക്ക് എന്ത് തോന്നും? ഹലോ, ഒരു ദിവസം ഇല്ലാതിരുന്ന എന്ത് തോന്നും? നമുക്ക് അങ്ങനൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ 1/2 മണിക്കൂറിൽ കൊണ്ടുപോവാ. 24 മണിക്കൂർ ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഉണ്ടോ? നമ്മുടെ കൺട്രോള് നമ്മുടെ കയ്യിലാണെന്ന് പറയുമ്പോഴും നമ്മൾ അറിയാതെ നമ്മളെ നിയന്ത്രിക്കുന്ന ഒത്തിരി ശക്തികളുണ്ട്. സൈക്കോളജിയിൽ ഒരു ഓമന പേരിടും അഡിക്ഷൻ. കേട്ടിട്ടുണ്ടോ പേര്? ഞാൻ ആരോടെ പറയുന്നേ? മദ്യം ഒരു അഡിക്ഷൻ ആണോ? ഇതകത്ത് കയറി എന്ത് പറ്റും? ആള് മാറും. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പിന്നെ നമ്മളല്ല. മനോജാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും, ക്യാമ്പിൽ ഒത്തിരി പുള്ളികളുണ്ട്. സ്തോത്രം. കാരണം ഇതകത്ത് ചെന്നാൽ ആളെന്ത് ചെയ്യും? പക്ഷെ പിറ്റേ ദിവസം രാവിലെ വരുമ്പോ സാറേ ആ കുമ്പിട്ട് സ്തോത്രം. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, വാസ്ത്രയെ ഒരു 100 തവണ കാല് പിടിക്കും. കാലെടുക്കാൻ നോക്കിയാലും എന്റെ കൂടെ നിങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ആ വ്യക്തിയെ നിയന്ത്രിക്കുന്ന ശക്തി എന്താ? അഡിക്ഷൻ. ഈ അഡിക്ഷനിലേക്ക് വരാൻ കാര്യം ബോർ അടിക്കുമ്പോഴാണ് നമ്മൾ പലതിലേക്കും എന്ത് ചെയ്യുന്നത്. കളി ഒരു അഡിക്ഷൻ ആണോ? കൂടുതൽ വിശദീകരിക്കുന്നില്ല. IPL ഒരു അഡിക്ഷൻ ആണോ?
അടുത്ത മേഖലയിൽ. ഫോൺ നമുക്കൊരു അഡിക്ഷൻ ആണോ? സൗകര്യമായൊരു അരമണിക്കൂറോട് ഇരിക്കാൻ കുഴപ്പമില്ല. ഇതൊന്നും ഞാനിതൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ്. പിന്നെ വൈകിട്ട് യോഗ ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് വരാത്ത, അല്ലേ? ഉറപ്പ് ഇതൊക്കെ ഇടയ്ക്കൊക്കെ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ കൃപയാൽ എനിക്ക് അവസരം ദൈവം തരാറില്ല. പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി എല്ലാവരും ഇവിടെ ഉണ്ടോ? 2 മണിക്ക് ഫോൺ വരും, അളിയാ എവിടെ? ഇപ്പോഴാണ് നമ്മുടെ അകത്ത് എന്ത് വരുന്നത്? ഇവര് തമ്മിലൊരു ഭയങ്കര ബോണ്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ദൈവാസം ഈ ഏറ്റവും നല്ല ബോണ്ട് മദ്യശാലയിലുള്ളവർക്കാണ്. കാരണം അവര് തമ്മിൽ വിളിക്കുന്നത് എന്താ അറിയാമോ? പാസ്റ്റർ പോയെന്നൊക്കെ ആ പാസ്റ്റർ പ്രസംഗിച്ച അവര് തമ്മിലുള്ള ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്. അളിയാന്ന് നമ്മൾ വിശ്വാസം പോലെ അങ്ങനെ വിളിക്കും. എന്തോ സ്നേഹം അവര് തമ്മിൽ. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എന്തോ വേദനയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവര് നമ്മളുടെ ഹൃദയബന്ധം അത്ര അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവര് തമ്മിലുള്ള ഒരു ബോണ്ട് ലോകത്ത് വേറെ ഒരിടത്തും. കാരണം ഒരു ദിവസം കണ്ടില്ലേ അപ്പ ഫോൺ വിളിക്കും. എവിടെ? കാരണം എന്തുണ്ട്? അവരെ നിയന്ത്രിക്കുന്ന ഘടകം എന്താ? അല്ലെങ്കിൽ ഈ ബോണ്ടിന്റെ അടിസ്ഥാനം എന്താ? ഒറ്റ കാര്യമാണ്, അവിടെ മുമ്പിലിരിക്കുന്ന കുപ്പിയാണ് അവരുടെ ദൈവം. ഇവരെ നിയന്ത്രിക്കുന്ന എന്താ? നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ ശിംശോൻ എന്നൊരു ദൈവ മനുഷ്യൻ ഒരു കാലഘട്ടത്തിൽ ഒരു ശക്തമേറിയ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് ദൈവം ഉപയോഗിച്ചൊരു ദൈവദാസനാണ്. സ്തോത്രം. ഒരു അഭിഷേകം കൊടുത്ത് ദൈവം തന്നെ നിർത്തി. ഒരു അഭിഷേകം, ഉയരത്തിലെ അഭിഷേകം കൊടുത്ത് ചണനൂൽ പോലും കരിച്ചു കളയുന്ന ഒരു ദൈവിക അഭിഷേകമാണ് ശിംശോന്റെ മേൽ ദൈവം ചെയ്തത്. ശത്രുവിന്റെ ശക്തികളെ ഇല്ലായ്മ ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം ഒരു അധികാരമാണ് ദൈവം തന്റെ മേൽ പകരുവാനിടയായി തീർന്നത്. പക്ഷേ ഒരു ഫെലിസ്ത്യ സ്ത്രീയെ വിവാഹം ചെയ്തോടെ തന്റെ ജീവിതത്തിന്റെ കൺട്രോള് താൻ പോലും അറിയാതെ അപ്പം എന്നും വഴി കിടന്ന് ചോദിക്കും, ഈ ശക്തിയുടെ ആ ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്നല്ല, ശ്രദ്ധിക്കണേ, ലഞ്ച് കഴിച്ചോന്നല്ല, ബലപ്പെട്ടിരിക്കുന്നോന്നല്ല. സൗരന്മാർക്ക് എന്തൊരു വിഷമം, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ബലം കളിക്കാൻ. ഇതൊന്നുമല്ല സഹോദരിക്ക് അറിയണ്ടേ. നിന്റെ അതിന്റെ റീസൺ എന്താ? റീസൺ എന്താ? രക്തം എവിടെയാണ്? ശക്തിയുള്ളവൻ ടാർഗറ്റാണ്. അവനെ പിശാച് എന്ത് ചെയ്യുന്നു? സ്തോത്രം. കാവാലം പാസ്റ്റർ ഇടയ്ക്ക് പറയും, നമ്മുടെ വിശ്വാസികളെ ചിലരെ പിശാചിന് പോലും വേണ്ടെന്ന് പറയും. എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യമാണെന്ന്. കാരണം ഒരു സ്തോത്രം പോലും 6:30 വരും. ആ പാസ് എന്താന്ന് വെച്ചാൽ 9 ഞങ്ങൾ ഇരുന്ന് തന്നേക്കാം. പാസ് എന്താന്ന് വെച്ചാൽ പിശാചി അങ്ങനെ എനിക്ക് ചിലപ്പോ തോന്നിയിട്ടുണ്ട്. ഒരു നല്ല കൈ പോലും എന്ത് ചെയ്യത്തില്ല, ഒച്ചത്തിൽ ഒരു സ്തോത്രം പോലും. ഞാൻ ഓർത്ത് ഇടയ്ക്ക് ഡിസംബർ 18 ആയിരുന്നെങ്കിൽ അന്ന് ഞാൻ കേട്ട ശബ്ദവും അന്നത്തെ ഗാംഭീര്യവും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അന്നാണ് ശരിക്കും ഞാൻ പലതും തിരിച്ചറിഞ്ഞത്. നമുക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടെന്നും നമുക്ക് എത്ര സൗണ്ട് ഉണ്ടെന്നും. അന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ? മറന്നു, എനിക്കറിയാം. ഓർമ്മയുണ്ടോ? ഇവരില്ല, അവരുടെ സൗണ്ട് എനിക്ക് അറിയില്ല. കുപ്പൂനെ നമ്മള് വെറുതെ വിട്ടെ. ബാക്കി എല്ലാവരുടെ സൗണ്ട് നമ്മൾ എന്ത് ചെയ്തതാണ്? നമുക്ക് സൗണ്ട് ഉണ്ടോ? നമുക്ക് ആരോഗ്യമുണ്ടോ?
പ്രതികരണ ശേഷിയുണ്ടോ? അയ്യോ, അന്ന് ഓപ്ഷനൊക്കെ വിളിച്ചപ്പോ എന്തൊരു ആവേശമായിരുന്നു. രക്തത്താൽ ജയമെടുക്കേ. അന്ന് കളിച്ചപ്പം, അന്ന് പ്രോഗ്രാം അവതരിപ്പിച്ച എന്തോ ഒരു, അപ്പൊ നമ്മുടെ അകത്തിതെല്ലാം ഉണ്ട്. നമ്മുടെ അകത്തിത് ഉണ്ട്. പക്ഷെ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന സ്ഥലമായിരിക്കണം ദൈവസന്നിധി എന്ന് പറയും. രക്തത്താൽ ജയമെടുക്കുക. കാരണം ആ മഹത്വം ആർക്കാ കൊടുക്കണ്ടേ? നമ്മുടെ അകത്തൊരു ശക്തി ദൈവം പകർന്നിട്ടുണ്ട്. നമ്മുടെ അകത്തൊരു ദൈവകൃപ ദൈവം പകർന്നിട്ടുണ്ട്. നമ്മുടെ നാവിനകത്തൊരു ആത്മസാന്നിധ്യം ദൈവം പകർന്നിട്ടുണ്ട്. നമ്മുടെ വിരലുകൾക്കകത്ത് ഒരു അഭിഷേകം ദൈവം പകർന്നിട്ടുണ്ട്. ഈ ദാവീദ് കിന്നരം വായിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രക്രിയ, ശൗലിന്റെ അകത്ത്, കൊട്ടാരത്തിനകത്ത് ഉരുണ്ടുകൂടിയ പൈശാചിക ശക്തിയെ കൊട്ടാരം വിട്ടുപോകും. അങ്ങനെയല്ലേ വചനത്തിൽ വായിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താ? ദാവീദിന്റെ വിരലുകൾക്കകത്ത് വ്യാപരിച്ച ഒരു അഭിഷേകമുണ്ട്. അല്ലേ? അങ്ങനല്ലേ നമ്മൾ പഠിക്കുന്നത്? ആ വിരലുകൾ വീട്ടുമ്പോൾ, ആ കിന്നരം വായിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആ അകത്ത് ഉരുണ്ടുകൂടിയ പൈശാചിക ശക്തികൾ അഴിഞ്ഞു മാറണമെങ്കിൽ രക്തത്താൽ ജയമെടുക്കുക. ചില കുടുംബങ്ങളുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ പിശാചിപത്യ, ആധിപത്യം ഈ ഉപവാസത്തിൽ അഴിഞ്ഞു മാറണമെന്ന് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ചില സ്വാധീനങ്ങൾ, ചില ഇരുട്ടിന്റെ കോട്ടകൾ, ചില പാപത്തിന്റെ ശക്തികൾ, ചില ഇരുണ്ട മേഖലകൾ, തലമുറകൾക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത്, വ്യക്തികൾക്കകത്ത് സ്വാധീനം ഉറപ്പിച്ച് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഴിഞ്ഞു മാറണം. നിന്റെ ശക്തി എവിടാ? ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, മരിക്കാൻ തക്കവണ്ണം ഈ സഹോദരി ശിംശോനെ അസഹ്യപ്പെടുത്തുന്നു. എന്നുവെച്ചാൽ ഇനിയും ജീവിച്ചിരുന്നിട്ട് എല്ലാവരും ഉണ്ടോ എന്ന് വെച്ചാൽ എന്തുമാത്രം ഫ്രസ്ട്രേഷൻ ആ മനസ്സിനകത്ത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ നമ്മളങ്ങനെ പറയുമോ? ഓ, ഇനി ജീവിച്ചിരുന്നിട്ട് എന്റെ കൂടെ എന്ന് വെച്ചാൽ അതുപോലെ അസഹ്യപ്പെടുത്തും. ശിംശോന് തോന്നി ഇനി ജീവിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് ജീവിക്കുന്നത്. അത് ഇടയ്ക്ക് നമ്മൾ മറന്നു. അപ്പോഴാണ് പറയുന്നത്, ഓ, ഇനി ഇങ്ങനെ ജീവിച്ചിട്ട് ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാന്ന് ഇടയ്ക്കെങ്കിലും നമ്മള് അസഹ്യപ്പെടുത്തി പറഞ്ഞു, എന്റെ ശക്തി ഇന്ന സ്ഥലത്ത്. അത് തിരിച്ചറിഞ്ഞ ഫിലിസ്തീയ ശക്തി അടുത്ത് വന്ന് ജഡം മുറിച്ചു കളഞ്ഞു. താനെടുത്ത നാസിർ വ്രതം ഇല്ലാതെ. ശക്തി വ്യാപരിച്ചത് വ്രതത്തിനകത്താണ്, ഒരു ഉടമ്പടിക്കകത്താണ്, ഒരു തീരുമാനത്തിനകത്താണ്. അവരുടെ മേൽ ആത്മശക്തി ദൈവം എന്ത് ചെയ്യുന്നത്? ഉടമ്പടികൾക്കകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നത്, രക്ഷയ്ക്കകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ നിറവിനകത്ത് ശക്തി വ്യാപരിക്കുന്നത്. ഈ ശക്തി ആരെങ്കിലും ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തിയല്ല. ഈ ശക്തി ഒതുക്കാനുള്ള ശക്തിയല്ല. ഈ ശക്തി ബലഹീനതയിൽ തുടനിൽക്കുന്ന ശക്തിയാണ്. ഓ രക്തം, ഏത് പ്രതിസന്ധിക്കകത്തും വീണുപോകാതെ ഈ തലമുറയിൽ പിടിച്ചു നിൽക്കാൻ, ഏത് ക്ഷീണത്തിനകത്ത്, ഏത് ഭാരത്തിനകത്ത്, ഏത് വെല്ലുവിളിക്കകത്ത് ഒരു വ്യക്തിയെ നിലനിർത്തുന്ന കൃപയാണ് ദൈവശക്തി. Praise the Lord. Hallelujah. ജഡയൊക്കെ മുറിച്ചു മാറ്റി ഫിലിസ്തീയർ ഓടി അടുത്തപ്പം കാലിവലത്തെ വരുന്നെന്ന് പറഞ്ഞു. ഈ ദൈവം തന്നെ വിട്ടുമാറിയത് അറിയാതെ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ആ പഴയ പോലെ മസിലൊക്കെ എന്ത് ചെയ്തു? ഹലോ. പക്ഷെ ദൈവശക്തി തന്നെ വിട്ടുമാറി. അവരവനെ പിടിച്ചു, അവരവനെ ബന്ധിച്ചു, അവന്റെ കണ്ണ് കുത്തിപ്പൊളിച്ചു, ആൾ മാറിയവനാക്കി. ഞാൻ ആ വചനം പഠിച്ചപ്പം ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിച്ചത്, പിശാച് ഒരാളെ പിടിച്ചെടുത്താൽ അവന്റെ ഐഡന്റിറ്റിയെ മാറ്റി. കണ്ണു കുത്തിപ്പൊട്ടിച്ചു, മാവ് പൊടിച്ച്. എല്ലാവരും ഉണ്ടോ? ഇന്നലെ ഇവൻ ആരായിരുന്നു? ഇവൻ അഭിഷക്തൻ.
പൈശാചിക ശക്തി അവനെ പിടിച്ചെടുത്തപ്പോൾ ഇന്നലെ കണ്ടയാളെ അല്ല. ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വെളിപ്പാട് ദൈവത്തിന്റെ ആത്മാവ് നൽകി. പിശാചിന്റെ ശക്തി നമ്മുടെ മേൽ ആധിപത്യം നടത്തിയാൽ നമ്മുടെ രൂപം മാറും, നമ്മുടെ മാനസിക തലം മാറും, പ്രത്യാശ നഷ്ടപ്പെടും. ഇന്നലകളിൽ കാണാത്ത ഒരു വ്യക്തിത്വത്തിൽ ഉടമയായി നമ്മൾ മാറും. നമ്മുടെ അകത്തൊരു പരിവർത്തനം നടക്കും. അത് അനുവദിച്ചു കൊടുക്കരുത്. പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ല. ഇതുപോലെ എത്ര പേർ പ്രാർത്ഥിക്കും, അവന്റെ ആധിപത്യം എന്റെ മേൽ ഉണ്ടാകരുത്, എന്റെ കുടുംബത്തിനകത്ത് ഉണ്ടാകരുത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളത് ഇതുപോലെ ആത്മാവിൽ പ്രാർത്ഥിച്ചത് എന്റെ ശരീരത്തിന്മേൽ, എന്റെ കണ്ണുകളുടെ മേൽ, എന്റെ ചിന്തകളുടെ മേൽ, എന്റെ ബുദ്ധിമണ്ഡലങ്ങളുടെ മേൽ ഒരു പൈശാചിക വ്യവഹാരങ്ങളും ആധികാരം നടത്തുവാൻ, ആധിപത്യം നടത്തുവാൻ ഇടയാകരുതേ. ആ വ്യക്തിയിൽ ഒരു മാറ്റം സംഭവിച്ചാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ ആദ്യം പറയുന്നില്ല, അയ്യോ ഇന്നലെ ഈ വ്യക്തി ആരായിരുന്നു, ഇന്നലെ ഈ വ്യക്തി കർത്താവിന് വേണ്ടി എത്ര ശക്തിയോടെ നിന്നവനായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഇന്നവൻ ആൾ മാറിയവനായി തീർന്നു. നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കണം കേട്ടോ മാതാപിതാക്കളെ. കുഞ്ഞുങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുന്ന ഒരു ലോകമാണ്. യൗവനക്കാരെ ആൾ മാറിയവരാക്കി തീർക്കുന്ന ഒരു ലോകമാണ്. അങ്ങനെ ഒരു വല്ലാത്ത കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശക്തമായി പ്രാർത്ഥിക്കണം. കർത്താവേ, ദുഷ്ടന്റെ തീയമ്പുകൾ, അവന്റെ ആധിപത്യങ്ങൾ, അവന്റെ മുഖങ്ങൾ എന്റെ മേലോ എന്റെ കുടുംബത്തിന്റെ മേലോ തലമുറകളുടെ മേലോ ഇരിക്കരുത്. ഒരു മുന്നറിയിപ്പ് പോലെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ആലോചന പറയുക. നിന്റെ ഫോണല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്, സോഷ്യൽ മീഡിയ അല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്, സിനിമകളല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്, ലക്ഷത്തൈമകളല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്, നിന്റെ ഫ്രണ്ട്സ് അല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്. നിന്നെ പിടിച്ചെടുത്ത ഒരാളുണ്ട്, നിന്നെ മാടി വിളിച്ച ഒരാളുണ്ട്, നിന്നെ ആകർഷിച്ച ഒരാളുണ്ട്. നീ പോലും അറിയാതെ കരം നിന്റെ മേൽ വീണപ്പോൾ, ഓ ഹല്ലേലൂയ, സ്നേഹത്തിലേക്ക്, അതിന്റെ രുചിയിലേക്ക് നീ കടന്നു വന്നതാണ്. Let Christ be your achievement. ക്രിസ്തുവായിരിക്കണം നിന്റെ നേട്ടം എന്ന് പറയുന്നത്. നിന്നെ നിയന്ത്രിക്കേണ്ട ഒരേ ഒരു ശക്തി കർത്താവായിരിക്കണം. പൈശാചികാധിപത്യങ്ങൾ ഞാനിങ്ങനെ ചിന്തിക്കുക. മാവൊക്കെ ആട്ടി കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ആയിരക്കണക്കിന് മനുഷ്യരുടെ മുൻപിൽ ഒരു പരിഹാസകരമായി ശിംശോൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമുക്ക് ഒരു പാഠമാണ്. ഒരു പ്രാവശ്യം കൂടെ എന്നെ ഒന്ന് ഓർക്കണം, ഓർക്കണമേ, ഓർക്കണമേ. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? എന്നെ ഒന്ന് ഓർക്കണം, എന്നെ ഒന്ന് ഓർക്കണമേ. പ്ലീസ് റിമെമ്പർ മീ ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ ശക്തി എന്റെ മേൽ. പലപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ട്, ക്രിസ്തുവിൻ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നതാണ്, എന്നെ തന്നെ വെറുത്ത് തൻ ക്രൂശെടുത്തു ഞാൻ നിന്നെയും ചുമന്നുപോയി പാളയത്തിനപ്പുറം. ഈ സ്നേഹ സ്വരൂപൻ എന്റെ ആത്മസ്നേഹിതൻ. ഈ മെസ്സേജ് അവസാനിപ്പിച്ച കർത്താവിന്റെ മേശയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു പൈശാചികാധിപത്യങ്ങൾ ഈ സഭയ്ക്കകത്ത് നിൽക്കരുത്, ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിക്കരുത്. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോയി. നിങ്ങൾ എന്റെ കൂടെ വരുമോ? നിങ്ങളുടെ മേലോ നിങ്ങളുടെ തലമുറകളുടെ മേലോ ഈ സഭയ്ക്കകത്ത് ഒരു വ്യക്തികളുടെ മേലോ ഒരു പൈശാചികാധിപത്യങ്ങൾ ഉയരാനിടയാകരുത്. മനസ്സോടെ കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. നിയന്ത്രിക്കുന്ന ചില നിയന്ത്രണങ്ങളെ ആത്മാവിൽ തിരിച്ചു ജയിച്ച് ഒരു പുതിയ ശക്തി പ്രാപിച്ച് ഞാൻ ആരാൽ പിടിക്കപ്പെട്ടു, ഞാൻ ആരാൽ നിയന്ത്രിക്കപ്പെട്ടു, എന്നെ എന്ത് പദ്ധതിക്ക് വേണ്ടി ദൈവം പുറത്തു കൊണ്ടുവന്നു. ആത്മനിയോഗമുള്ളവർ ആ നാമത്തോടെ 40 നിമിഷങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഒരഭിഷേകം ഇവിടെ വ്യാപരിക്കട്ടെ. മുഖങ്ങളെ ഓടിക്കുന്ന
ഒതുക്കിയ, എന്നെ മർദ്ദിപ്പിച്ച, എന്നെ ക്ഷീണിപ്പിച്ച, എന്റെ കൃപകളെ ചോർത്തിക്കളഞ്ഞ, എന്റെ ഉള്ളിലുള്ള ആത്മശക്തിയെ തിരിച്ചറിയാൻ കഴിയാതെ അതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞ വേദനകളെ രാവിലെ ജയിക്കാനുള്ള കൃപ എനിക്ക് ആവശ്യമാണപ്പാ, ആവശ്യമാണപ്പാ, ആവശ്യമാണപ്പാ. അതീവ കൃപ എനിക്ക് ആവശ്യമാണ്. ചിലരെ ആത്മാവ് പിടിച്ചെടുക്കട്ടെ, ചിലരെ ആത്മശക്തി പിടിച്ചെടുക്കട്ടെ, ചില നാവുകളെ ആത്മസാന്നിധ്യം ഇവരെ പിടിച്ചെടുക്കട്ടെ, ചില ഹൃദയങ്ങളെ ദൈവത്തിന്റെ കൃപയിൽ ഇവരെ പിടിച്ചെടുക്കട്ടെ. ഓവർ പവർ ചെയ്യട്ടെ, ഓവർ പവർ ചെയ്യട്ടെ. അങ്ങനെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. ചിലരുടെ നിയന്ത്രണം ദൈവത്തിന്റെ ആത്മാവ് ഏറ്റെടുക്കട്ടെ. ചില ചിന്താ മണ്ഡലങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിക്കട്ടെ. പിശാചേ, നിനക്ക് അവകാശമില്ല, നിന്റെ ഒരാധിപത്യങ്ങൾക്കും ഇതിനകത്ത് സ്ഥാനമില്ല. ഞങ്ങളാകിൽ വിശ്വസിക്കും, ഞങ്ങളാകിൽ പ്രത്യാശപ്പെടും, ഞങ്ങളാകിൽ ധൈര്യപ്പെടും. ഞങ്ങളുടെ കൺട്രോൾ അങ്ങയുടെ കരങ്ങളിൽ ഭദ്രമായിരിക്കട്ടെ. ഞങ്ങളുടെ നിയന്ത്രണ ശക്തി അങ്ങ് മാത്രമായിരിക്കട്ടെ. ഞങ്ങളുടെ ഓരോ ചലനങ്ങളെയും അങ്ങ് നിയന്ത്രിക്കണമേ. ഈ വചനം ചൊല്ലി എന്ന് പറഞ്ഞ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കഴിഞ്ഞ 3 ദിനങ്ങൾ ഞങ്ങൾ കേട്ട വചനങ്ങൾ ദൈവജനത്തിന് ഒരു അനുഗ്രഹമാകട്ടെ. ഞങ്ങളുടെ എല്ലാ കർത്താവാകട്ടെ. ഞങ്ങളുടെ അച്ചീവ്മെന്റ് അങ്ങ് മാത്രമാകട്ടെ. മറ്റുള്ളതെല്ലാം ചവറന്നിടുവാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് തരണമപ്പാണ്. പൗലോസിന്റെ ആപ്തവാക്യം ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാകട്ടെ. പിന്നിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് കൊള്ളുവാൻ ഈ ജനത്തെ ഇന്ന് പകൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേലുള്ള ആധിപത്യം അങ്ങ് ഏറ്റെടുക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഈ വചനങ്ങളാൽ കർത്താവിന്റെ